നിങ്ങൾക്ക് ഇരട്ടപ്പേരുണ്ടോ? എനിക്ക് ഒരുപാട് ഇരട്ടപ്പേരുകളുണ്ടായിരുന്നു ട്ടോ. അതിലൊന്നായിരുന്നു മൂങ്ങാമൂറി. പിന്നെ കാപ്പിരിതൽച്ചി, ചുള്ളിക്കമ്പ് അങ്ങനെ ഒരുപാട് പേരുകൾ. പലപ്പോഴും നമുക്കിങ്ങനെ ഇരട്ടപ്പേര് കിട്ടാൻ കാരണം ഒന്നെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് ആയിരിക്കും അല്ലേ? പക്ഷെ എനിക്ക് മൂങ്ങാമൂറി എന്നുള്ള പേര് കിട്ടിയത് എൻ്റെ അപ്പിയറൻസ് കൊണ്ടൊന്നുമല്ല, എൻ്റെ ബിഹേവിയർ കൊണ്ടാണ്. ഒരു 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു. വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോല് വെച്ചാൽ കോലെ കയറുന്ന സ്വഭാവം. അമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര പിരിവിരിപ്പുള്ള കൊച്ചായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സൈലൻ്റായി. സൈലൻ്റ് ആവാനുള്ള റീസൺ എന്താണെന്നും എനിക്കറിയില്ല. ചിലപ്പോൾ വലുതായി എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും. അത്രയും നാളും എൻ്റെ വികൃതിനെ പറഞ്ഞിരുന്ന ആൾക്കാർ ഞാൻ പെട്ടെന്ന് സൈലൻ്റ് ആയത് കുറ്റമായിട്ട് പറയാൻ തുടങ്ങി. അമ്മമാർക്ക് പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതിയല്ലോ. പിന്നെ അതും പറഞ്ഞിട്ടായി ഓരോരോ വഴക്കുകൾ. അങ്ങനെ എനിക്ക് അമ്മയിട്ട പേരാണ് മൂങ്ങാമൂറി. അതായത് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനൊരു മൂങ്ങയിരിക്കുന്ന പോലെ സൈലൻ്റ് ആയിട്ട് ഇരിക്കും അത്രേ. അമ്മയ്ക്ക് അത് കാണുമ്പോൾ മൂങ്ങേനെയാന്ന് ഓർമ്മ വരിക. എന്തായാലും അമ്മ തന്ന പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുവരെ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു ബേർഡായിരുന്നു കേട്ടോ മൂങ്ങ. ഈ പേര് കിട്ടിയതോടുകൂടി ഞാൻ മൂങ്ങാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കണ്ടാൽ ഇച്ചിരി ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ആള് ഭയങ്കര ക്യൂട്ടാണല്ലേ. അങ്ങനെ ആർക്കും ശല്യം ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ആളുകളൊക്കെ ഇവനെ കണ്ട് പേടിക്കാൻ ഒരു കാരണം സിനിമാക്കാർ തന്നെയാണ്. വെറുതെ യക്ഷി സിനിമകളിലൊക്കെ ഇവനെ പിടിച്ചിട്ട് വാസുണ്ണൻ്റെ ഒരു ഫിഗർ അങ്ങ് കൊടുക്കും. പിന്നെ ആളുകൾ അത് കണ്ടാൽ പേടിക്കില്ലേ? പക്ഷെ റിയൽ ലൈഫിൽ ആളൊരു ഭീകരനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പാവം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഈ ആശാനെ അങ്ങനെ എപ്പോഴും ഒന്നും കാണാൻ കിട്ടില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ കണ്ടാലായി. നിങ്ങൾ ശരിക്കും മൂങ്ങേനെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വേട്ടയാടലുകൾ നേരിടുന്ന ജീവികളിലൊന്നാണ് നമ്മുടെ വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിൽ ആരെങ്കിലും അതിനെ കാണുകയാണെങ്കിൽ ഉപദ്രവിക്കാനൊന്നും പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹായ് പറയാ, ആളെ ആളുടെ വഴിക്ക് വിടുക. അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ മൂങ്ങ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.